മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. അപ്പം ആദ്യമേ നമുക്ക് ഇങ്ങനെ ഒരു ഫോർമുലയുണ്ട്. 1 + 2 + 3 + എക്സെട്ര അപ് ടു n എന്ന് പറയുന്നത് എന്താണ്? n + n/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മുതൽ ഇപ്പം ഒരു നമ്പർ ആണെന്ന് വിചാരിച്ചോ, 2 നമ്പറാണ്. n വരെയുള്ള നമ്പറിന്റെ സം എന്ന് പറയുന്നത് n + n1/2 എന്നുള്ളതാണ്. ഓക്കെ, സപ്പോസ് വി വിഷ് ടു ഫൈൻഡ് ദി എന്താണ് ശ്രദ്ധിക്കുക. സപ്പോസ് വി വിഷ് ടു ഫൈൻഡ് ദ ഫോർമുല ഫോർ ദ സം ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് 1 to എക്സെട്ര അപ് ടു n എന്തായിരിക്കും? ഇവിടെ നോക്കുക, S1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? A1 എന്ന് പറയുന്ന ടേം തന്നെയായിരിക്കും, 1 തന്നെയായിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 1 ടൈംസ് 1 + 1/2 ദാറ്റ് ഈസ് 1. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. S2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? A1 + A2 എന്നുള്ളതാണ്. എന്ന് പറയുന്നത് എത്രയാണ്? 1 + 2 എന്ന് പറയുന്നതാണ്, വിച്ച് ഈസ് ഈക്വൽ ടു 3 എന്ന് പറയുന്നത് എന്താണ്? 2 ടൈംസ് 2 + 1/2 അതും എന്ത് തന്നെയാണ്? 3 തന്നെയാണ്. S3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സം ഓഫ് ഫസ്റ്റ് 3 ടൈം 1 + 2 + 3 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 5, വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 3 ടൈംസ് 3 + 1/2 എത്ര കിട്ടും? 6. സോറി, ഇവിടുത്തെ സമ്മ് 6 ആണ്. അപ്പം ഈ ഒരു രീതിയിലുള്ള ഫോർമുലയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഇത് പക്ഷേ നമുക്ക് 3 വാല്യൂണ്ട്, അതായത് 1 + 2 + 3 + എക്സെട്ര അപ് ടു n എന്ന് പറഞ്ഞാൽ n + 1/2 ആണ്. അപ്പോൾ ഒരു ടേമേ ഉള്ളെങ്കിൽ ആദ്യത്തെ ടേം എടുക്കുക, എന്നിന് ഒരു 1 ഇട്ട് കൊടുക്കുക, 1 ടൈംസ് 1 + 1/2 നമുക്ക് 1 തന്നെ കിട്ടും. 2 ടേം ഉണ്ടെങ്കിൽ 1ഉം 2 എടുക്കുക, അതിൻ്റെ സം എത്ര കിട്ടും? 3 കിട്ടും. സോ 2 + 2 + 1/2 2 + 2 + 1/2 2 + 3/2 3 എന്നുള്ള സമ്മ് കിട്ടും. എന്നിൻ്റെ വാല്യൂ 3 ആണ്. ആദ്യത്തെ 3 ടേം എടുക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് സമ്മ് 6 കിട്ടും. അതായത് ഇതുപോലൊരു ഫോർമുല, ഹൗ ക്യാൻ ദി ഫോർമുല ഈസ് പ്രൂവ്ഡ്? അതായത് നമുക്കിപ്പോൾ 3 എണ്ണത്തിന് കറക്റ്റ് ആണെന്ന് വിചാരിച്ച് 10ന് ശരിയാണോ 15ന് ശരിയാണോ നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യും? ഓക്കെ, വെരിഫൈ ദ സ്റ്റേറ്റ്മെന്റ് ഫോർ മെനി പോസിറ്റീവ് ഇന്റഗ്രൽ വാല്യൂ, ബട്ട് ദിസ് പ്രോസസ് വിൽ നോട്ട് പ്രൂവ് ദ ഫോർമുല ഫോർ ഓൾ വാല്യൂ ഓഫ് n. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ വാല്യൂന് ശരിയാണെന്ന് വിചാരിച്ച് എല്ലാ വാല്യൂനും എങ്ങനെ നമ്മൾ ശരിയാണെന്നുള്ളത് പ്രൂവ് ചെയ്യാം? വി നീഡ് സം കൈൻഡ് ഓഫ് ചെയിൻ റിയാക്ഷൻ, okay, which will have the effect that once formula is proved for a particular positive integer, the formula will automatically for the next positive integer and the next indefinitely. അതായത് ഒരു പോസിറ്റീവ് വാല്യൂന് പ്രൂവ് ആണെങ്കിൽ അതിന്റെ തൊട്ടടുത്തുള്ള പോസിറ്റീവ് വാല്യൂന് പ്രൂവ് ആണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. കാരണം എന്തുകൊണ്ടാണ്? 2ന് കറക്റ്റ് ആണ്, 3ന് കറക്റ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഏതാണ്? 10ന് കറക്റ്റ് ആണ്, ഒബ്വിയസ്ലി 15ന് കറക്റ്റ് ആയിക്കോളൂ. ഇത് അങ്ങ് ചെയിൻ ആയിട്ട് എന്ത് ചെയ്യും? പൊക്കോളൂ. അതായത് 1ന് കറക്റ്റ് ആണ്, 2ന് കറക്റ്റ് ആണ്, 2 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, 3 സാറ്റിസ്ഫൈ ചെയ്യും, 3 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, 4 സാറ്റിസ്ഫൈ ചെയ്യും, 4 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, 5 സാറ്റിസ്ഫൈ ചെയ്യും, 5 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, 6 സാറ്റിസ്ഫൈ ചെയ്യും. അങ്ങനെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പ്രൂവ് ചെയ്യാൻ സാധിക്കണം. നമ്മൾ ഇത് മാത്രം പ്രൂവ് ചെയ്താൽ മതി. 1നും കറക്റ്റ് ആണ്, 2നും കറക്റ്റ് ആണ്, 3നും കറക്റ്റ് ആണ്, 2ന് കറക്റ്റ് ആണ്, 3ന് കറക്റ്റ് ആണ്, ജനറലി പ്രൂവ് ചെയ്യണം. 3ന് കറക്റ്റ് ആണ്, 4ന് കറക്റ്റ് ആണ്, 4ന് കറക്റ്റ് ആണ്, 5ന് കറക്റ്റ് ആണെന്ന് പറഞ്ഞ് നമുക്ക് തീരം എന്ത് ചെയ്യാൻ സാധിക്കണം? പ്രൂവ് ചെയ്യാൻ സാധിക്കണം. അതിനാണ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താണ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ? സപ്പോസ് there is a given statement P of n involving the natural number n. Statement is true for n equal to 1. അപ്പോൾ P of 1 ട്രൂ ആണ്. If the statement is true for n equal to k, k എന്ന് പറയുന്നത് ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ്, നമ്മളൊരു ഇന്ന വാല്യൂ ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ്, then the statement is also true for k + 1. അതായത് P of 1 ട്രൂ ആണ്, സ്റ്റേറ്റ്മെന്റ് ട്രൂ ഫോർ n equal to k, സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾസോ ട്രൂ ഫോർ k + 1 നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതായത് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ n equal to 1 ആണ്, സ്റ്റേറ്റ്മെന്റ് ട്രൂ ഫോർ n equal to k എന്ന് പ്രൂവ് ചെയ്യണം. n equal to kക്ക് കറക്റ്റ് ആണെങ്കിൽ എന്തായിരിക്കും? k + 1നും കറക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ട്രൂത്ത് ഓഫ് P of k implies the truth of P of k + 1 എന്നാണെങ്കിൽ എന്താണ്? P of n is true for all natural number. എന്തുകൊണ്ടാണ്? 1ന് കറക്റ്റ് ആണ്, 1ന് തൊട്ട് ഫ്രണ്ടിലെ നമ്പർ 1 k ആണ്, 1ന് തൊട്ട് ഫ്രണ്ടിലെ നമ്പർ 2 ആണ്, 2ന് കറക്റ്റ് ആണ്. അപ്പോൾ 2 കറക്റ്റ് ആണ്, 2ന് തൊട്ട് ഫ്രണ്ടിലെ നമ്പർ 3ക്ക് കറക്റ്റ് ആണ്. അങ്ങനെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? ജനറലൈസ് ചെയ്യാം. അപ്പോൾ എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പറയുന്നത് എന്താണ്? സപ്പോസ് there is a given statement P of n involving the natural number n, statement is true for n equal to 1, P of 1 എന്ന് പറയുന്നത് എന്താണ്? ട്രൂ ആണ്. And the statement is true for n equal to k. k എന്ന് പറയുന്നത് ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾസോ ട്രൂ ഫോർ n equal to k + 1 എന്ന് പറഞ്ഞാൽ എന്താണ്? P of k implies ട്രൂത്ത് ഓഫ് P of k + 1. അങ്ങനെയാണ് ട്രൂ ഫോർ എല്ലാ നാച്ചുറൽ നമ്പറിനും കറക്റ്റ് ആണ്. ഓക്കെ, പ്രോപ്പർട്ടി 1 is simply the statement of fact. എന്താണ്? there may be situation എന്തായിരിക്കും? when the statement is true for n equal to 4, in this case എന്തായിരിക്കും?
n ഈക്വൽ ടു 4 മാത്രം. അതായത് നമ്മൾ ചില സിറ്റുവേഷനിൽ പറയും എന്താണ് എന്നിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 4 ആണെന്ന്. എന്നിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 4 എന്ന് പറഞ്ഞപ്പോൾ പി ഓഫ് 1 അല്ല വെരിഫൈ ചെയ്യാൻ പോകുന്നത്. പിന്നെ എന്താണ് പി ഓഫ് 4 ആണ് എന്ത് ചെയ്യേണ്ടത് വെരിഫൈ ചെയ്യേണ്ടത്. അതായത് സ്റ്റാർട്ടിംഗ് വാല്യൂ ആണ് സാറ്റിസ്ഫൈ ഉണ്ടെന്ന് നോക്കുക. അടുത്ത പ്രോപ്പർട്ടി 2 എന്ന് പറയുന്നത് എന്താണ് കണ്ടീഷണൽ പ്രോപ്പർട്ടി. ഇറ്റ് ഡസ് നോട്ട് അസെപ്റ്റ് ദാറ്റ് ദി ഗിവൻ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ n equal to k ബട്ട് ഓൺലി ദാറ്റ് ഇഫ് ദ എന്താണ് ഇഫ് ഇറ്റ് ഈസ് ട്രൂ ഫോർ n equal to k ഓൾസോ ട്രൂ ദാറ്റ് n is equal to k plus 1 സോ ഇറ്റ് പ്രൂവ് ദാറ്റ് പ്രോപ്പർട്ടി ഹോൾ. അതായത് n equal to k ട്രൂ എന്നല്ല പറയുന്നത്, n equal to k ട്രൂ ആണെങ്കിൽ അത് ഉപയോഗിച്ച് n equal to k plus 1 അത് ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് ഏതൊരു വാല്യൂവിനും പ്രൂവ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും പറയുന്നതിന് വേണ്ടി സാധിക്കും. കാരണം 1ൽ ട്രൂ ആകണം, കെയിൽ ട്രൂ ആണെങ്കിൽ k plus 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ എല്ലാ വാല്യൂവിനും അത് എന്തായിരിക്കും കറക്റ്റ് ആയിരിക്കും. നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ കണ്ട സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക. അതായത് if the statement is true for n equal to k then it is also true for n equal to k plus 1. Okay, this is sometimes referred to as inductive step. The assessment that is given statement is true for n equal to k in this inductive step called inductive hypothesis. അതായത് kക്ക് കറക്റ്റ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു, അത് ഉപയോഗിച്ച് k plus 1 കറക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ ആദ്യത്തെ അസംഷൻ എന്താണ് കറക്റ്റ് ആണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കുക. ഓക്കെ, സം ഓഫ് ദി ഫസ്റ്റ് ടു ഓഡ് നാച്ചുറൽ നമ്പർ ഈസ് എ സ്ക്വയർ ഓഫ് സെക്കൻഡ് നാച്ചുറൽ നമ്പർ. ഓക്കെ, എന്താണ് ഓക്കെ അതിനേക്കാൾ ഈസി ആയിട്ടുള്ള ഒരെണ്ണമാണ്. ശ്രദ്ധിക്കുക, 1 + 3 + 5 + 7 + എക്സെട്ര അപ് ടു 2n - 1. അതായത് ആദ്യത്തെ n ഓഡ് നമ്പറിന്റെ സം എടുക്കുകയാണെങ്കിൽ അത് എത്രയായിരിക്കും n² ആയിരിക്കും. ഓക്കെ, എന്താണ് 1 3 5 7 ഏതോ ഒരു വാല്യൂ എടുത്തു, അതൊരു ഓഡ് വാല്യൂ ആയിരിക്കണം. ആ എന്നിന്റെ വാല്യൂ ഏതാണെങ്കിലും ശരി 2n - 1 എപ്പോഴും എന്തായിരിക്കും ഓഡ് വാല്യൂ ആയിരിക്കും. അപ്പൊ നമുക്ക് എഴുതേണ്ടത് എന്താണ് തിയറം ഇങ്ങനെയാണ്, ശ്രദ്ധിക്കുക. സം ഓഫ് ഫസ്റ്റ് n ഓഡ് നാച്ചുറൽ നമ്പർ ഇത് സ്ക്വയർ ഓഫ് n. അതായത് പി ഓഫ് n ഓഡ് നമ്പർ എടുത്താൽ ആദ്യത്തെ n ഓഡ് നമ്പർ എടുത്താൽ 1 + 3 + 5 + 7 + n-ാമത്തെ ഓഡ് നമ്പർ 2n - 1 n² എന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. വി വിഷ് പ്രൂവ് ദാറ്റ് പി ഓഫ് n ഈസ് ട്രൂ ഫോർ ഓൾ n. നമ്മളിത് എല്ലാ വാല്യൂവിനും എന്ത് ചെയ്യണം പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി എന്ത് ചെയ്യും, ഫസ്റ്റ് സ്റ്റെപ്പ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഈസ് ടു പ്രൂവ് ദാറ്റ് പി ഓഫ് 1 ഈസ് ട്രൂ. പി ഓഫ് 1 ട്രൂ എന്ന് പറഞ്ഞാൽ 1 = 1². 1 = 1² എന്ന് പറഞ്ഞാൽ പി ഓഫ് 1 എന്ന് പറയുന്നത് എന്താണ് ട്രൂ ആണ്. ഓക്കെ, അടുത്ത ഇത് വെച്ച് ജസ്റ്റ് ഒരു ഐഡിയ നോക്കുക. പി ഓഫ് 2 കറക്റ്റ് ആണെന്ന് നോക്കുക. പി ഓഫ് 2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 1 + 3 വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും 2². അത് കറക്റ്റ് ആണ്. പി ഓഫ് 3 എന്താണ് 1 + 3 + 5 വിച്ച് ഈസ് ഈക്വൽ ടു 3². ഇത് ഇത്രയും കറക്റ്റ് ആണ്. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിത് ജനറലൈസ് ചെയ്ത് പറയുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യത്തില്ല പറ്റത്തില്ല. പക്ഷേ ഇത് പ്രൂവ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ പി ഓഫ് 4 1 + 3 + 5 + 7 വിച്ച് ഈസ് ഈക്വൽ ടു 4². അങ്ങനെ നമുക്ക് പല വാല്യൂവിന് എഴുതാൻ സാധിക്കും. പക്ഷെ അതുകൊണ്ട് നമുക്കിത് പ്രൂവ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, പി ഓഫ് 1 പ്രൂവ് ആണെന്ന് എടുത്തു. നെക്സ്റ്റ് സ്റ്റെപ്പിനെ ശ്രദ്ധിക്കുക, എന്താണ് ഇൻഡക്റ്റീവ് സ്റ്റെപ്പ്. ഹിയർ വി സപ്പോസ് ദാറ്റ് k of 3 is true for some positive integer k. അസ്യൂം ശ്രദ്ധിച്ചോണം, സപ്പോസ് ദാറ്റ് p of k is true. Okay, we need to prove that p of k plus 1 is also true. അങ്ങനെ p of k ട്രൂ ആണെങ്കിൽ p of k plus 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ അസംഷൻ എന്താണ് കറക്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ അങ്ങ് അസ്യൂം ചെയ്തു 1 + 2k - 1 വാല്യൂ k² ആണെന്ന്. അങ്ങനെയാണെങ്കിൽ 2k - 1ന്റെ കൂട്ടത്തിൽ ഒരു വാല്യൂം കൂടെ ആഡ് ചെയ്താൽ അത് എന്തായി മാറും നെക്സ്റ്റ് വാല്യൂ. ഓക്കെ, അതായത് 2k - 1 എന്നുള്ള വാല്യൂവിന്റെ കൂട്ടത്തിൽ ഒരു വാല്യൂം കൂടെ ആഡ് ചെയ്ത് ആ വാല്യൂവിന് വാല്യൂ എത്ര കിട്ടും 2 ടൈംസ് എന്താണ് അത് ശ്രദ്ധിക്കുക. ഈ k എന്ന് പറയുന്ന വാല്യൂവിന്റെ സ്ഥാനത്ത് k + 1 എന്നുള്ള വാല്യൂ വരും. k + 1 എന്നുള്ളൊരു വാല്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും 2 ടൈംസ് ആ വാല്യൂ +- 1 എന്നുള്ളതാണ് എന്തായിട്ട് വരുന്നത് വാല്യൂ ആയിട്ട് വരേണ്ടത്.
ഇതുവരെയുള്ള വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ശ്രദ്ധിക്കുക. ഇത്രയും വരെയുള്ള വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? കെ സ്ക്വയർ ആണ്. ആ കെ സ്ക്വയറിന്റെ കൂട്ടത്തിൽ എന്തായിരിക്കും? ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ഈ ഒരു സ്റ്റെപ്പിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2 ടൈംസ് കെ പ്ലസ് 1, അതായത് 2k പ്ലസ് 1 എന്ന് കിട്ടും. അത് കെ സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ നമുക്ക് എന്താണ് കിട്ടിയത്? കെ വരെയുള്ള സ്റ്റെപ്പ് കറക്റ്റ് ആണെങ്കിൽ 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് n 2 ടൈംസ് കെ മൈനസ് 1 കെ സ്ക്വയർ കറക്റ്റ് ആണെങ്കിൽ കെ പ്ലസ് 1ന്റെ വാല്യൂ നമുക്ക് എത്രയെന്ന് കിട്ടി? കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. Therefore എന്താണ്? P of k plus 1 is also true. Inductive proof is now completed. Here P of n is true for all natural numbers. അതായത് സപ്പോസ് P of k is true, ആ ഒരു ഐഡിയ ഉപയോഗിച്ച് P of k ട്രൂ ആണെങ്കിൽ 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് 7 പ്ലസ് 2k മൈനസ് 1 കെ സ്ക്വയർ എന്ന് എടുക്കാം. ആ ഒരു ഐഡിയ ഉപയോഗിച്ച് കെ പ്ലസ് 1 ട്രൂ ആണെന്നുള്ള പ്രൂവ് ചെയ്യണം. കെ പ്ലസ് 1ന്റെ വാല്യൂ 2 ടൈംസ് കെ പ്ലസ് 1 മൈനസ് 1 എന്ന് കിട്ടും. അതിന് വരും 2k പ്ലസ് 1 എന്ന് കിട്ടും. ഈ കെ സ്ക്വയറിന്റെ കൂട്ടത്തിൽ 2k പ്ലസ് 1 കൂടെ ആഡ് ചെയ്ത് അത് കെ പ്ലസ് 1 ഹോൾ സ്ക്വയറിന്റെ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതായത് എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന്റെ ഫോർമുല ഉപയോഗിച്ചാൽ മതി. അതായത് പി ഓഫ് കെ ട്രൂ ആണെങ്കിൽ പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് കാണിച്ചു. അങ്ങനെയാണെങ്കിൽ ഇത് എന്തായിരിക്കും? പി ഓഫ് 1 ഓൾറെഡി ട്രൂ ആണ്. ആ ഇൻഡക്ഷൻ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് എന്ത് പറയാം? പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. പി ഓഫ് 2 എടുത്തു. പി ഓഫ് എൻ 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് 7 പ്ലസ് 2n മൈനസ് 1. അതായത് n എന്നുള്ള വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നോക്ക് എന്താണ്? എന്നിന് 1 ഇട്ട് കൊടുത്താൽ ആദ്യത്തെ വാല്യൂ കിട്ടും. നോക്കണം എന്താണ്? എന്നിന് 2 ഇട്ട് കൊടുത്താൽ നമുക്ക് രണ്ടാമത്തെ വാല്യൂ കിട്ടും. എന്നിന് 3 ഇട്ട് കൊടുത്താൽ നമുക്ക് ഏത് കിട്ടും? മൂന്നാമത്തെ വാല്യൂ കിട്ടും. കറക്റ്റ് അല്ലേ? എന്നിന് 1 ഇട്ട് കൊടുത്താൽ ആദ്യത്തെ വാല്യൂ കിട്ടും. എന്നിന് 2 ഇട്ട് കൊടുത്താൽ രണ്ടാമത്തെ വാല്യൂ കിട്ടും. എന്നിന് 3 ഇട്ട് മൂന്നാമത്തെ വാല്യൂ കിട്ടും. പി ഓഫ് 2 ആദ്യത്തെ രണ്ട് ടേമിന്റെ നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതായത് ഈ 2n മൈനസ് 1 1 പ്ലസ് 3 4 കിട്ടും. അത് 2 സ്ക്വയർ ആണ്. പി ഓഫ് 3 ആദ്യത്തെ 3 ടേം ആണ്. ആദ്യത്തെ 3 ടേം എന്നിന് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴാണ് ഫ്രണ്ടിലുള്ള ഓരോ ടേമും കിട്ടുന്നത്. 1 പ്ലസ് 3 പ്ലസ് 5 9 കിട്ടുന്നത് 3 സ്ക്വയർ ഇക്വലന്റ് ആണ്. ഈ റൈറ്റ് സൈഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നു. പി ഓഫ് 4 ആദ്യത്തെ 4 ടേം എന്നിന് ഓരോ വാല്യൂ, എന്നിന് 1 ഇട്ട് കൊടുക്കുക, എന്നിന് 2 ഇട്ട് കൊടുക്കുക, എന്നിന് 3 ഇട്ട് കൊടുക്കുക, എന്നിന് 4 ഇട്ട് കൊടുക്കുക. അതിന് കറസ്പോണ്ടിങ് നമുക്ക് ഓരോ വാല്യൂ കിട്ടും. അത് 4 സ്ക്വയർ എന്ന് കിട്ടി. പി ഓഫ് 1 ട്രൂ ആണ്. എന്തുകൊണ്ടാണ്? ഒരേ ഒരു ടൈം എടുത്ത കെ എന്നിന് 1 എടുത്ത് ഒരേ ഒരു ടൈമുള്ള അതിന്റെ സമയം കെ സ്ക്വയർ തന്നെയായിരിക്കും. ഇനി ശ്രദ്ധിച്ചോണം, ഇൻഡക്റ്റീവ് സ്റ്റെപ്പ്. പി ഓഫ് കെക്ക് ട്രൂ ആണെന്ന് ഞാൻ അസ്യൂം ചെയ്തു. നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങ് അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ കെ വരെയുള്ള നമ്പറിന്റെ സമ്മ 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് കെയിലെ നമ്പർ 2k മൈനസ് 1 എന്ന് വരും. അതിന്റെ സമ്മ കെ സ്ക്വയർ ആയിരിക്കും. ഇത് ഞാൻ എന്ത് ചെയ്തതാണ്? അസ്യൂം ചെയ്തതാണ്. സപ്പോസ് പി ഓഫ് കെ ഇസ് ട്രൂ, പി ഓഫ് കെ ട്രൂ ആണെങ്കിൽ കെ വരെയുള്ള ഓഡ് നമ്പറിന്റെ സമ്മ കെ സ്ക്വയർ ആയിരിക്കും. പി ഓഫ് എൻ എന്ന് പറയുന്നത് എന്താണ്? ശ്രദ്ധിക്കുക. പി ഓഫ് എൻ എന്ന് പറയുന്നത് 2 ടൈംസ് എൻ മൈനസ് 1 എന്നാണ്. അങ്ങനെയാണെങ്കിൽ പി ഓഫ് കെ എന്ന് പറയുന്നത് എന്താണ്? 2 ടൈംസ് ആ വാല്യൂ മൈനസ് 1. അങ്ങനെയാണെങ്കിൽ പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറയുന്നത് എന്താണ്? 2 ടൈംസ് കെ പ്ലസ് 1 മൈനസ് 1 എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പി ഓഫ് കെ പ്ലസ് 1ന്റെ വാല്യൂ കൂടെ ആഡ് ചെയ്യുകയാണ്. ഇത്രയും വാല്യൂവിന്റെ കൂട്ടത്തിൽ പി ഓഫ് കെ പ്ലസ് 1ന്റെ വാല്യൂ 2 ടൈംസ് കെ പ്ലസ് 1 മൈനസ് 1. ഈ 2 ടൈംസ് കെ പ്ലസ് 1 2k പ്ലസ് 2 മൈനസ് 1 എന്ന് വരും. അതിന് വരും 2k പ്ലസ് 1 എന്ന് വരും. ആ കാണുന്ന വാല്യൂ ആണ് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എന്തായി കിട്ടുന്നത്? 2k പ്ലസ് 1 ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അടുത്ത ഇത്രയും വാല്യൂവിന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അത് നമ്മൾ സപ്പോസ് ചെയ്തിരിക്കുന്നതാണ് തീറം പറഞ്ഞതനുസരിച്ച്. അപ്പം ഇത്രയും വാല്യൂവിന്റെ സമ്മ് ഏതാണ്? 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് എക്സ് 2k മൈനസ് 1ന്റെ വാല്യൂ കെ സ്ക്വയർ ആണ്. പിന്നെ എക്സ്ട്രാ വരുന്ന വാല്യൂ 2k പ്ലസ് 1 ആണ്. കെ സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന്റെ ഫോർമുല അപ്ലൈ ചെയ്യുക. എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന്റെ ഫോർമുല എത്രയാണ്? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അതിന്റെ മീനിങ് എന്താണ്? അത് കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ. അതായത് കെ പ്ലസ് 1 വരെയുള്ള നമ്പർ എടുത്താൽ കെ പ്ലസ് 1 എന്ന് പറയുന്നത് എന്താണ്? 2 ടൈംസ് കെ പ്ലസ് 1 മൈനസ് 1 എന്ന് പറയുന്ന വാല്യൂടെ കെ പ്ലസ് 1 ആയിട്ട് മാറുന്നു. അതായത് കെ പ്ലസ് 1ലെ വാല്യൂ, അതായത് കെ പ്ലസ് 1 വരെയുള്ള നമ്പറിന്റെ സമ്മ് സ്ക്വയർ എത്ര കിട്ടും? കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. അതായത് പി ഓഫ് കെ ട്രൂ ആണെങ്കിൽ പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്നാണ് നമ്മൾ എന്ത് ചെയ്തത്? പ്രൂവ് ചെയ്തത്. കാരണം പി ഓഫ് കെ ട്രൂ ആണെങ്കിൽ കെ വരെയുള്ള സമ്മിന്റെ നമ്പറിന്റെ സം എന്ന് പറയുന്ന കെ സ്ക്വയർ, അങ്ങനെയാണ് കെ പ്ലസ് 1 വരെയുള്ള സമ്മിന്റെ നമ്പർ എന്ന് പറയുന്ന കെ പ്ലസ് 1 സ്ക്വയർ. ഓൾറെഡി ഉള്ളൊരു ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് രണ്ടാമത്തെ പ്രൂവ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെയാണെങ്കിൽ
മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇത് എല്ലായിടത്തും എന്താണ്? വാലിഡ് ആണ്. ഓക്കെ. For all n greater than 1, അവർ ക്വസ്റ്റ്യൻ തന്നെ വെച്ചിട്ടുണ്ട് n greater than 1 പ്രൂവ് ദാറ്റ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് n സ്ക്വയർ. അതായത് ആദ്യത്തെ n നമ്പർ എടുത്തു, നാച്ചുറൽ നമ്പർ എടുത്തു, n നാച്ചുറലുള്ള സമ്മിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ n ടൈംസ് n പ്ലസ് 1 ടൈംസ് 2n പ്ലസ് 1 ബൈ 6 എന്നാണ്. ഓക്കെ, ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ എന്ത് ചെയ്യാം? പ്രൂവ് ചെയ്ത് തരാം. അവരിപ്പോൾ ഓൾറെഡി പറഞ്ഞിരിക്കുന്നത് എന്താണ്? പി ഓഫ് n തന്നിട്ടുണ്ട്. n സ്ക്വയർ എന്ന് പറയുന്നത് ഇതാണ്. n ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വാല്യൂ മാത്രമേ ഉള്ളൂ. 1 ഈക്വൽ ടു, ഇവിടെ റൈറ്റ് സൈഡിൽ 1 വാല്യൂ എടുക്കുക. 1 ടൈംസ് 1 പ്ലസ് 1 ടൈംസ് 2 ടൈംസ് 1 പ്ലസ് 1 ബൈ 6. 1 ടൈംസ് 2 ടൈംസ് 3 ബൈ 6 എന്ന് പറഞ്ഞാൽ 1 തന്നെ കിട്ടും. അത് കറക്റ്റ് ആണ്. ഇനി നോക്കിയാൽ പി ഓഫ് 2 ഒന്ന് നോക്കി. എന്താണ് പി ഓഫ് 2ൻ്റെ മീനിങ്? 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. ഇനി അതേ എക്സ്പ്രഷൻ തന്നെ പി ഓഫ് 2ൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? 2 ടൈംസ് 2 പ്ലസ് 1 ടൈംസ് 2 ടൈംസ് 2 പ്ലസ് 1 ബൈ 6 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 2 ടൈംസ് 3 ടൈംസ് 5 ബൈ 6. അതേ വാല്യൂ തന്നെ നമുക്ക് കിട്ടും. അതായത് ആദ്യത്തെ n വാല്യൂൻ്റെ സ്ക്വയറിൻ്റെ സം എന്ന് പറയുന്നത് n ടൈംസ് n പ്ലസ് 1 ടൈം 2n പ്ലസ് 1 ബൈ 6. n 1-ന് കറക്റ്റാണ്, 2-ന് കറക്റ്റാണെന്ന് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. ആ ഒരു ഐഡിയ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ മാത്രം പറഞ്ഞതാണ്. 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്രാ 10 സ്ക്വയർ ആണ്. എന്നിൻ്റെ വാല്യൂ 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് 1 മാത്രമേ കാണുള്ളൂ, വേറെ ഒരു വാല്യൂ കാണില്ല. കാരണം എന്നിൻ്റെ വാല്യൂ 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ റൈറ്റ് സൈഡിൽ എന്നിന് 1 ഇട്ട് കൊടുത്താൽ 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 2, 2n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 3 ബൈ 6, 1 തന്നെ കിട്ടും. റൈറ്റ് സൈഡ് 1 തന്നെ കിട്ടി. എന്നിൻ്റെ വാല്യൂ 2 കറക്റ്റ് ആണെങ്കിൽ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ആദ്യത്തെ 2 ടേം, അതായത് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 വരും, 4 പ്ലസ് 1 5 വരും. ഇങ്ങനെ 2 ടേമിൻ്റെ സമ്മിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് n ടൈംസ് n പ്ലസ് 1 ടൈം 2n പ്ലസ് 1 ഉള്ള 6 കറക്റ്റ് ആണെങ്കിൽ എന്നിൻ്റെ വാല്യൂ 2 ഇട്ട് കൊടുത്തേ. എന്നിൻ്റെ വാല്യൂ 2 ഇട്ട് കൊടുത്ത് ഇവിടെ എത്ര കിട്ടും? 2 കിട്ടും. 2 പ്ലസ് 1 എത്ര കിട്ടും? 3 കിട്ടും. 2 ടൈംസ് 2n പ്ലസ് 1 എത്ര കിട്ടും? 5 കിട്ടും. അപ്പോൾ അത് രണ്ടും കൂടെ സിംപ്ലിഫൈ ചെയ്തപ്പോഴും നമുക്ക് 5 കിട്ടും. അപ്പോൾ ആ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി എന്നിൻ്റെ സ്ഥാനത്ത് 3 ഇട്ട് ആദ്യത്തെ 3 വാല്യൂ എടുക്കുക. അവിടെ എന്നിന് 3 ഇട്ട് കൊടുത്താൽ അത് എന്ത് ചെയ്യും? സാറ്റിസ്ഫൈ ചെയ്യും. അടുത്ത വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. എന്താണ്? അസ്യൂം. ശ്രദ്ധിക്കണം, അസ്യൂം പി ഓഫ് കെ ട്രൂ. നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യണം അത് കറക്റ്റ് ആണെന്ന്. നമ്മളോട് ആരും പറഞ്ഞില്ല ശരിയാണെന്ന്, അത് അസ്യൂം ചെയ്യണം. അത് ഓക്കെ, അത് ശരിയാണെങ്കിൽ തീരം കറക്റ്റ് ആണ്. 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്രാ ടു കെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കെ ടൈംസ് കെ പ്ലസ് 1 ടൈംസ് 2k പ്ലസ് 1 ബൈ 6 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇനി ഇത് ഉപയോഗിച്ചിട്ട് കെ പ്ലസ് 1 വരെയുള്ളത് തീരം കറക്റ്റ് ആണെന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത എന്താണ് ഇനി പ്രൂവ് ചെയ്യേണ്ടത്? വി ഷാൽ നൗ പ്രൂവ് ദാറ്റ്. എന്താണ്? വി ഷാൽ നൗ പ്രൂവ് ദാറ്റ് പി ഓഫ് കെ പ്ലസ് 1 ഈസ് ഓൾസോ ട്രൂ. പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ പി ഓഫ് കെ എന്ന് പറഞ്ഞാൽ കെ വരെയുള്ള നമ്പറിൻ്റെ സ്ക്വയർ. പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? കെ സ്ക്വയറോടെ കെ പ്ലസ് 1 ഹോൾ സ്ക്വയറും കൂടെ കാണും. ആദ്യത്തെ കെ സ്ക്വയറിൻ്റെ സം എന്തായിരിക്കും? കെ പ്ലസ് 1 ഹോൾ സ്ക്വയറും കൂടെ എക്സ്ട്രാ കാണും. ആദ്യത്തേൻ്റെ സം എത്രയായിരിക്കും? അത് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. കെ സ്ക്വയർ വരെയുള്ള സം കെ ടൈംസ് കെ പ്ലസ് 1 ടൈം 2k പ്ലസ് 1 ബൈ 6 എന്നാണ്. ഓക്കെ, കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഉള്ളത് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് തീറം എങ്ങനെ കിട്ടണം? ഈ ഒരു ഫോർമുല നമ്മൾ ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടേണ്ടത് ശ്രദ്ധിച്ചോണം. ആദ്യത്തെ വാല്യൂ അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുക, പിന്നെ എന്തായിരിക്കും? 2 ടൈംസ് കെ പ്ലസ് 1 പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 6 അങ്ങനെ കിട്ടണം. എന്താണ്? ഇൻ കേസ് കെ വരെയുള്ളത് കറക്റ്റ് ആണ്, കെ ടൈം കെ പ്ലസ് 1 ടൈം 2k പ്ലസ് 1 ബൈ 6 എന്ന് കിട്ടി. കെ പ്ലസ് 1 വരെയുള്ള കറക്റ്റ് ആണെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടേണ്ട എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കണം? ആദ്യത്തെ വാല്യൂ ആ വാല്യൂൻ്റെ കൂട്ടത്തിൽ ഒന്നുകൂടെ കൂട്ടി കെ പ്ലസ് 2 ടൈംസ് ആദ്യത്തെ വാല്യൂ പ്ലസ് 1, അതുകൊണ്ടാണ് 2 ടൈം കെ പ്ലസ് 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. അപ്പം ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ ഒരു രീതി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അസംഷൻ എന്താണ്? കറക്റ്റ് ആണ്. അതായത് പി ഓഫ് കെ കറക്റ്റ് ആണ് എന്നുള്ളൊരു ഇൻഫർമേഷൻ ഉപയോഗിച്ച് പി ഓഫ് കെ പ്ലസ് 1ഉം കറക്റ്റ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യണം? സാധിക്കണം. വി ഷാൽ പ്രൂവ് ദാറ്റ് പി ഓഫ് കെ പ്ലസ് 1 ഈസ് ഓൾസോ ട്രൂ. അപ്പം ആദ്യത്തെ കെ സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കെ ടൈം കെ പ്ലസ് 1 ബൈ 2k പ്ലസ് 1 ബൈ 6 ആണ്. ഇത് കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇനി നമ്മൾ ഡിനോമിനേറ്ററിനെ എന്താക്കുക? ഐഡൻറ്റിക്കൽ ആക്കുക. ഒരു 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇത് എത്ര കിട്ടും? കെ ടൈംസ് കെ പ്ലസ് 1 ടൈം 2k പ്ലസ് 1 ടൈം 6 ടൈംസ് കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഈ രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട്? കെ പ്ലസ് 1 ഉണ്ട്. ആ കെ പ്ലസ് 1നെ എന്ത് ചെയ്തു? വെളിയിലെടുത്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എത്ര കിട്ടും?
2k+1 എന്നുള്ളൊരു ടേം കിട്ടും. ഓക്കെ, സോറി, k ടൈംസ് 2k+1. നമ്മളത് വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രയായിരിക്കും കിട്ടുന്നത്? k+1 ടൈംസ് k ടൈംസ് 2k+1 പ്ലസ് 6k+1 ഡിവൈഡഡ് ബൈ 6 എന്ന് കിട്ടും. അതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പിൽ നിന്നാണ് നമുക്ക് 2k² പ്ലസ് k 6k പ്ലസ് 6 എന്ന് കിട്ടി. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു സ്റ്റെപ്പിലോട്ട് കിട്ടും 2k² പ്ലസ് 7k പ്ലസ് 6. അതിനെ ഒന്ന് എങ്ങനെ എന്ത് ചെയ്യാം? നമ്മൾ അതിനെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി? റീഅറേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, അതായത് 2k² പ്ലസ് 7k പ്ലസ് 6 അതിനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? അതിനെ നമ്മളൊന്ന് ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ k+1 ടൈംസ് k+2 ടൈംസ് 2k പ്ലസ് 3 ഡിവൈഡഡ് ബൈ 6 എന്ന് എഴുതാം. അതായത് ഈ ഒരു സ്റ്റെപ്പിന് പകരം k+2 ടൈംസ് 2k പ്ലസ് 3 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഫാക്ടറൈസ് ചെയ്യാം. മിഡിൽ ടൈമിനെ എന്ത് ചെയ്താൽ മതി? സ്പ്ലിറ്റ് ചെയ്താൽ മതി. ഈ കാണുന്ന 7k എന്നുള്ള ടൈമിനെ സ്പ്ലിറ്റ് ചെയ്യുക സച്ച് ദാറ്റ് 2നും ഇതിനിടയ്ക്ക് ഒരു കോമൺ ഫാക്ടർ വേണം, ഇതിനിടയ്ക്ക് എന്ത് വേണം? ഒരു കോമൺ ഫാക്ടർ വേണം. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് റീഅറേഞ്ച് ചെയ്താൽ ഈ ഒരു രീതിയിൽ എഴുതാം. k+2 പകരം k+1+1 എന്ന് എഴുതാം. 2k പ്ലസ് 3 പകരം 2 ടൈംസ് k+1+1 എന്ന് എഴുതാം. ആ ഒരു എക്സ്പ്രഷൻ ആയിരുന്നു നമുക്ക് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? കിട്ടേണ്ടിയിരുന്നത്. അപ്പൊ പി ഓഫ് കെ ട്രൂ ആണെങ്കിൽ പി ഓഫ് k+1 എന്താണ്? ട്രൂ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ദസ് പി ഓഫ് k+1 ഈസ് ഓൾസോ എന്താണ്? ട്രൂ ആണ്. ഓക്കെ, നൗ ഇനി എങ്ങനെയാണ് അത് പ്രൂവ് ചെയ്തെന്നുള്ളത്? ഓക്കെ, നമുക്കത് ഫാക്ടർ ചെയ്യുന്നതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. എങ്ങനെയായിരിക്കും അത് എന്ത് ചെയ്തത്? ഫാക്ടർ ചെയ്തത് ശ്രദ്ധിക്കുക. 2k² പ്ലസ് k പ്ലസ് 6k പ്ലസ് 6 എന്ന് എഴുതി. ആദ്യത്തേന്ന് k വെളിയിലെടുത്താൽ 2k പ്ലസ് 1 എന്ന് കിട്ടും. ഓക്കെ, നൗ സോറി, ആ രീതിയിലുള്ള ഫാക്ടർ ചെയ്യുന്ന ഈ ഒരു ടേമിന് വരും 2k² പ്ലസ് 4k പ്ലസ് 3k പ്ലസ് 6 എന്ന് എഴുതി. ആദ്യത്തെ ടേമിൽ നിന്ന് 2k വെളിയിലെടുത്താൽ നമുക്ക് എത്ര കിട്ടും? k+2 കിട്ടും. രണ്ടാമത്തെ ടേമിൽ നിന്ന് 3 വെളിയിലെടുത്താൽ നമുക്ക് എത്ര കിട്ടും? k+2 കിട്ടും. ഇനി ഒരു k+2 വെളിയിലെടുത്താൽ ബാക്കി ടേം നമുക്ക് എത്ര കിട്ടും? 2k പ്ലസ് 3 എന്ന് കിട്ടും. അങ്ങനെയാണ് നമ്മൾ അതിനെ എന്ത് ചെയ്തത്? ഫാക്ടറൈസ് ചെയ്തത്. ഇനി ആ k+2 പകരം k+1+1 എന്ന് എഴുതാം. 2k പ്ലസ് 3ക്ക് വരും 2 ടൈംസ് k+1+1 എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? 2k പ്ലസ് 3 തന്നെയാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? k+1 ട്രൂ ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാം. അതായത് ഈ 2k പ്ലസ് 3 എന്ന് പറയുന്നതാണ് ഈ ഒരു ടേം. ഓക്കെ, ഈ k+2 എന്ന് പറയുന്നതാണ് ഏതെന്ന് പറയുന്നത്? k+2 എന്ന് പറയുന്നതാണ് k+1+1. അപ്പോൾ പി ഓഫ് k+1 ട്രൂ ആണ്. അപ്പോൾ പി ഓഫ് 1 ട്രൂ ആണ്. പി ഓഫ് കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് പി ഓഫ് k+1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് പി ഓഫ് n എന്ന് പറയുന്ന ഏത് എന്നിനും ട്രൂ ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാം? പ്രൂവ് ചെയ്യാം.